നെയ്യാറ്റിൻകരയിലുള്ള ആളുകളൊന്ന് സൂക്ഷിക്കുക, കള്ളനോട്ട് സംഘം അവിടെ കറങ്ങി നടക്കുന്നു. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലാണ് കള്ളനോട്ട് ശൃംഖല സജീവമാകുന്നത്. 500 രൂപയുടെ വ്യാജ നോട്ടുകൾ വ്യാപകമായി ഉപയോഗിക്കുന്നതായിട്ടാണ് കണ്ടെത്തൽ. തിരക്കേറിയ വ്യാപാര സ്ഥാപനങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടാണ് തട്ടിപ്പ്. ഇന്ന് രാവിലെ നെയ്യാറ്റിൻകരയിലെ പെട്രോൾ പമ്പിലും പ്രദേശവാസിയായ ഒരാൾ കള്ളനോട്ട് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തട്ടിപ്പ് സംഘത്തിലെ ഒരാളെ നാട്ടുകാർ പിടികൂടിയിരുന്നു. അശ്വിൻ ഡിയാഗോ കൂടുതൽ വിവരങ്ങൾ നൽകും. അശ്വിൻ, അപ്പോൾ 500 രൂപയുമായിട്ട് എത്തുന്നു. അതിൽ 90 രൂപയുടെ സാധനങ്ങൾ തിരക്കേറിയ കടകളിൽ നിന്ന് വാങ്ങുന്നു. ബാക്കി 410 രൂപ ആവശ്യപ്പെടുന്നു. പക്ഷേ ഒരേ പ്രദേശത്തെ നിരവധി കടകളിൽ കയറി ഇറങ്ങുന്നത് കണ്ടപ്പോൾ സംശയം തോന്നിയ കടക്കാരനാണ് ഈ സംഘത്തെക്കുറിച്ച് ആദ്യം വിവരം നൽകുന്നത്. ഇവർക്ക് എവിടെ നിന്നാണ് ഇത്ര വലിയ അളവിലുള്ള വലിയ തുകയുടെ കള്ളനോട്ട് ലഭിച്ചത്? ഒരു വലിയ കള്ളനോട്ട് സംഘം അല്ലെങ്കിൽ ഒരു മാഫിയ ഇവർക്ക് പിന്നിലുണ്ടോ? ഷിഹാസ്, നെയ്യാറ്റിൻകര ഭാഗത്താണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ ഈ വ്യാജ നോട്ട് സംഘം പിടിമുറുക്കിയതായി സംശയിക്കുന്നത്. 2 ദിവസത്തിനിടെ 2 പേരാണ് ഇത്തരത്തിൽ കള്ളനോട്ടുകൾ മാറ്റിയെടുക്കാൻ ശ്രമം നടത്തിയിട്ടുള്ളത്. 500 രൂപയുടെ നോട്ടുകളാണ് ഇത്തരത്തിൽ ഈ മേഖലയിൽ വ്യാപകമായി കള്ളനോട്ട് സംഘം ഈ നോട്ടുകൾ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഈ കഴിഞ്ഞ ദിവസം ഒരു പുനലൂർ സ്വദേശിയാണ് വിവിധ കടകളിൽ കയറി 500 രൂപയ്ക്ക് ചില്ലറയും അതുപോലെ തന്നെ 90 രൂപയ്ക്ക് സാധനങ്ങളും വാങ്ങി ബാക്കി പൈസ ശരിയായ നോട്ടുകൾ വാങ്ങി പോയിട്ടുള്ളത്. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് തോന്നിയ സംശയത്തെ തുടർന്നാണ് ഇയാളെ പിന്തുടർന്ന് പിടിക്കുന്നതും പിന്നീട് പോലീസിന് ഏൽപ്പിക്കുകയും ചെയ്യുന്നത്. അതിന് തൊട്ടടുത്ത ദിവസമായ ഇന്നും പമ്പുകളിൽ കേന്ദ്രീകരിച്ച ഈ ഒരു തട്ടിപ്പ് നടക്കുന്നു എന്നുള്ളതാണ്. രാവിലെ തന്നെ ഈ നെയ്യാറ്റിൻകര സ്വദേശിയായ ഒരാൾ ഈ പമ്പിലേക്ക് എത്തി അവിടെ നിന്നും 200 രൂപയ്ക്ക് പെട്രോൾ അടിക്കുന്നു. അതിനുശേഷം 500 രൂപയുടെ കള്ളനോട്ടാണ് നൽകി ആ പമ്പിൽ നിന്ന് കടന്നു കളയുന്നത്. പിന്നീട് ആ പമ്പ് ജീവനക്കാരന് തോന്നിയ സംശയത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഈ ലഭിച്ചിട്ടുള്ള നോട്ട് 500 നോട്ട് അത് കള്ളനോട്ടാണെന്ന് കണ്ടെത്തുകയും പിന്നീട് പോലീസിൽ വിവരം നൽകുകയും ചെയ്തിട്ടുള്ളത്. എത്ര പേരാണ് ഈ സംഘത്തിലുള്ളത്, എത്ര നാളായി ഇത് തുടങ്ങുന്നു എന്നുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. നിലവിലിപ്പോൾ ഒരാളെ മാത്രമാണ് പോലീസിന് പിടികിട്ടിയിട്ടുള്ളത്. അയാളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ പോലീസ് ചോദിച്ചറിഞ്ഞ് വരുന്നതേയുള്ളൂ. ഇതിനിടയിലാണ് പുതിയൊരു ആൾ കൂടി ഇത്തരത്തിൽ 500 രൂപ നോട്ട് മാറ്റിയെടുക്കാൻ ശ്രമം നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഇതോടുകൂടി തന്നെ ഈ മേഖലയിലുള്ള വ്യാപാരികൾ കടുത്ത ആശങ്കയിലാണ്. കാരണം ഈ 500 രൂപ നോട്ടുകൾ ഏറ്റവും കൂടുതൽ മാറ്റിയെടുക്കാൻ ശ്രമിച്ചിട്ടുള്ളത് തിരക്കുള്ള വ്യാപാര കേന്ദ്രങ്ങളാണ്. അതിപ്പോൾ തിരക്കേറിയിട്ടുള്ള തുണിക്കടകളാണെങ്കിൽ പോലും, ഷോപ്പിംഗ് സെന്ററുകളാണെങ്കിലും, പമ്പുകളാണെങ്കിലും, തിയേറ്ററുകളിലാണെങ്കിൽ പോലുമാണ് ഈ നോട്ട് 500 രൂപയുടെ കള്ളനോട്ടുകൾ വ്യാപകമായി മാറ്റിയെടുക്കാനുള്ള ശ്രമം നടക്കുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല എത്ര പേര് ഇതിലുണ്ട്, ഉൾപ്പെട്ടിട്ടുണ്ട്, എത്ര പേർക്ക് നേരത്തെ തന്നെ ഈ കള്ളനോട്ടുകൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു വ്യക്തതയും വന്നിട്ടില്ല. പോലീസ് എന്തായാലും ഈ ഒരു സംഭവത്തിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട്. ഷിഹാസ്, ശരി അശ്വിൻ. ഇപ്പോൾ തിരുവനന്തപുരം നെയ്യാറ്റിൻകര പ്രദേശത്തുള്ള ആളുകൾ ഒന്ന് പ്രധാനമായി നിങ്ങൾ ശ്രദ്ധിക്കുക. ആ പ്രദേശത്താണ് കൂടുതലും 500 രൂപയുടെ കള്ളനോട്ടുമായി ഒരു വലിയ സംഘം ആ പ്രദേശത്ത് എത്തിയിട്ടുണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. വ്യാപാര സ്ഥാപനങ്ങളിലും പെട്രോൾ പമ്പിലുമെല്ലാം അവരെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വാർത്ത പരന്നതുകൊണ്ട് ഇനിയിപ്പോൾ ഈ നെയ്യാറ്റിൻകര ഉപേക്ഷിച്ചവർ മറ്റ് സ്ഥലങ്ങളിലേക്കും ഈ കള്ളനോട്ടുമായി ഈ സംഘം സജീവമാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന് കരുതിയിരിക്കുക, സൂക്ഷിക്കുക.